ഗായ്സ് എല്ലാവർക്കും ലെറ്റ്സ് പ്ലേ സീരീസിന് 26ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കുറച്ച് സംഭവങ്ങൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലാണ് മറ്റേ ഡ്രാഗനെ നമ്മൾ പോയി കൊന്നത്. ഓക്കെ, പിന്നെ നമ്മൾ അതിൻ്റെ ബാക്കി കളിക്കാൻ പോവുകയാണ്. ഒരു ശൈലുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ നമുക്ക് കുറച്ച് ഷൾക്കർ ബോക്സ് ഒക്കെ ഉണ്ടാക്കണം, പിന്നെ റീനെയിം ചെയ്യണം, കളർ ചെയ്യണം, അതൊക്കെ ചെയ്യണം നമുക്ക്. പിന്നെ നമ്മുടെ ഈ ഒരു എലക്ട്രയിൽ നമുക്ക് ബെൻഡിങ് ഒക്കെ ആഡ് ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയിട്ട് തന്നെ തുടങ്ങുന്നത്, വേറെ ഞാൻ ചെയ്യുന്നില്ല ഓഫ് ക്യാമറയിൽ. നമുക്ക് വീഡിയോ തന്നെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. പലതിനും എൻ്റെ ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ ഞാൻ കൊണ്ട് എടുത്ത് വെച്ചിട്ട് വരാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എലക്ട്രയിലേക്ക് നമുക്ക് മെൻഡിങ് ആഡ് ചെയ്യാം ഗൈസ്. മെൻഡിങ് ബുക്ക് നമ്മുടെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, ഉണ്ടോ? ഇല്ല ഗൈസ്, നമുക്കപ്പോൾ മറ്റേ എനതറി പോയി എടുക്കേണ്ടി വരും. അതാണ് നമ്മുടെ ട്രെയിനിങ് ഹാൾ. ഓക്കെ, നമുക്ക് മെൻഡിങ് ബുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത്രയും ചവറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ എടുത്തില്ല. ഇനി ഇവിടെ വല്ലതും ഓക്കെ കുറേ ഗോൾഡൻ ക്യാരറ്റ് ഉണ്ട്, നമുക്ക് എടുക്കേണ്ട ആവശ്യം. ഓക്കെ, നമുക്ക് എടുക്കണം. ഷൾക്കർ ബോക്സ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഫുഡിന് വേണ്ടിയിട്ട് വേറെ ഒരു പെട്ടി എടുക്കേണ്ടി വരും. നമുക്ക് നേരെ ബേസിലോട്ട് പോയിട്ട് നമുക്ക് മറ്റേ ഒരു എലക്ട്രയിലേക്ക് നമുക്ക് ഈ മെൻഡിങ് ബുക്ക് ആഡ് ചെയ്യാം. ഇവിടെ എങ്ങാണ്ടല്ലായിരുന്നു? അതെ, ഇവിടെ അല്ലേ? മറ്റേ ആനിമലിരിക്കുന്നത് മുകളിലാന്ന് തോന്നുന്നു. ഇവിടെ ഇല്ലേ? പിന്നെ എവിടെയാ? ഓ സോറി, മറ്റേ ഇവിടെയാണ് ഈ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത്. ഇപ്പം നമുക്ക് ഈ ഒരു എലക്ട്രയിലേക്ക് നമുക്ക് മെൻഡിങ് ബുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് ആദ്യമായിട്ട് പറക്കാൻ കഴിയും. നമ്മുടെ ലെസ് പ്ലേ സീരീസ് നമ്മൾ ആദ്യമായിട്ട് പറക്കാൻ പോവുകയാണ്. പിന്നെ നമുക്ക് പറക്കാൻ വേണ്ടിയിട്ട് റോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് എപ്പിസോഡൊക്കെ മുന്നേ തന്നെ നമ്മൾ മറ്റേ ഈ ഒരു ഷുഗർ കെയിൻ ഫാർമും മറ്റേ ഒരു റോക്കറ്റും ഗൺ പൗഡർ ഫാർമും നമ്മൾ ഉണ്ടാക്കിയായിരുന്നു. ഈ രണ്ട് സംഭവമാണ് നമുക്ക് റോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 21 പേപ്പർ എടുത്തേക്കാം. പിന്നെ ഗൺ പൗഡറാണല്ലോ നമ്മുടെ ഏറ്റവും കൂടുതലുള്ളത്, അപ്പോൾ അതും കൂടെ നമുക്ക് എടുത്തേക്കാം. കണ്ടോ, 52 എണ്ണം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബേസിലോട്ട് പോയിട്ട് നമുക്ക് റോക്കറ്റ് ഉണ്ടാക്കാം. ഷുഗർ കെയിൻ വെച്ചിട്ട് നമ്മൾ പേപ്പർ ഉണ്ടാക്കുന്നു. ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ റോക്കറ്റ് ഉണ്ടാക്കുന്നു. ഓക്കെ, ഇപ്പോൾ 63 ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എന്നാലും നമുക്ക് ആദ്യം തന്നെ കുറച്ച് നേരം പറക്കാം. രാവിലെ ആയിട്ട് പറക്കാൻ മതി. അടുത്ത് റീപ്പറൊക്കെ നമ്മുടെ ലെസ് പ്ലേ സീരീസിൽ നമ്മൾ ആദ്യമായിട്ട് പറക്കാൻ പോവുകയാണ്. നമുക്ക് നമ്മുടെ ഇലക്ട്രിക് ഇടാം. ഓക്കെ, 3, 2, 1 യെസ്. അയ്യോ, അങ്ങനെ നമ്മൾ ഇന്നത്തെ 26 എപ്പിസോഡ് ഇവിടെ കളിച്ചുണ്ടാക്കിയ നമ്മുടെ ബിൽഡിങ്സ്. ഓക്കെ, റെൻഡർ ഇച്ചിരി കൂട്ടിയിടാം അല്ലേ, എന്നാലും നമുക്ക് ബേസ് മൊത്തം കാണാൻ പറ്റും. കണ്ട ഗൈസ്, നമ്മുടെ വീട്, നമ്മുടെ സ്മെൽറ്റിംഗ് ഏരിയ, പിന്നെ എൻജോയിങ് റൂം, പിന്നെ ഈ ഒരു ക്യാമ്പിങ്ങിൻ്റെ ഒരു സ്ഥലം. ഇനി ഇതാണ് നമ്മുടെ ഫാർമിംഗ് ഏരിയ. ഓക്കെ, മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5 ഫാമുണ്ട് നമ്മളിവിടെ. 5 ഈ ഒരു നെതർ വാർട്ടും കൂടെ കൂട്ടി 6 ഫാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഹാർവെസ്റ്റ് ചെയ്യാറില്ല, കാരണം ഇപ്പോൾ തന്നെ 3-4 സ്റ്റോക്ക് ഉണ്ട് ഇതിനകത്ത്, അതുകൊണ്ടാണ് ഇപ്പോൾ എടുക്കാത്തത്. എന്തായിട്ടിരിക്കുന്നത് നമ്മുടെ മറ്റേ എന്തായിരുന്നു റെയ്ഡ് ഫാം ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മറ്റേ ഈ ഒരു ഷൾക്കർ ബോക്സിൻ്റെ പരിപാടി തുടങ്ങാം. നമുക്കിത് വെച്ചിട്ട് എത്ര ഷൾക്കർ ബോക്സ് ഉണ്ടാക്കും എനിക്കറിയത്തില്ല. നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് 9 ഷൾക്കർ ബോക്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് 9 ചെസ്റ്റ് ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുക്കാം. കൂട്ടാണ്, കുഴപ്പമില്ല. ഓക്കെ, 9 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഇതുണ്ടാക്കാം. 9 ഷൾക്കർ ബോക്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തിനൊക്കെ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഒരെണ്ണം റോക്കറ്റിന് വേണം, പിന്നെ ഒരെണ്ണം ഇതിലാണോ എല്ലാം കൈവിട്ട് എടുത്ത് വെച്ചേക്കാം. എന്നിട്ട് എന്തിനൊക്കെ വേണം നമുക്ക് തീരുമാനിക്കാം. ഒരെണ്ണം നമുക്ക് ഫുഡിന്, ഒരെണ്ണം മറ്റേ ഈ നോർമൽ മറ്റേ ഈ ഒരു പിക്കാക്സും ഈ ഒരു ഡ്രാഗൺ എഗ്ഗും ടോട്ടത്തിനായിട്ടൊരു പെട്ടി വേണം. പിന്നെ നോർമൽ ഐറ്റംസിന് മറ്റേ ഈ ഒരു ഫോർച്യൂൺ പിക്കാക്സ് വെക്കാനും, പിന്നെ നമ്മുടെ ഒരു ആയിട്ടുള്ള ഐറ്റംസ് വെക്കാനും, ഷീൽഡ് വെക്കാനും, ഡ്രാഗൺ എഗ് വെക്കാനും, പിന്നെ ഈ ഒരു ചെസ്റ്റ് പ്ലേറ്റ് വെക്കാനൊക്കെ നമുക്ക് ഒരു പെട്ടി എടുക്കാം. കാരണം അതൊന്നും നമുക്ക് ചുമ്മാ വെക്കാൻ പറ്റത്തില്ല, ചുമ്മാ കഴിഞ്ഞാൽ ഒരു രസമില്ല. അതുപോലെ നമുക്ക് ഇച്ചിരി പെട്ടിക്കകത്ത് വെച്ചേക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ നമ്മൾ ഏതൊരു ഒരു ബിൽഡിങ്ങോ ഫാംസോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള റീസോഴ്സ് എല്ലാം ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 പെട്ടി വേണം. 2 വേണം, 1 വേണം. അതിൽ
ഒരെണ്ണം മതി. പിന്നെ നമ്മൾ എങ്ങോട്ടേലും പോയിട്ട് നമുക്ക് ഇത് ട്രാവലിംഗ് ഒക്കെ വല്ല വില്ലേജിലോട്ടോ അങ്ങനെ വല്ല പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഐറ്റംസ് ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു വേറെ പെട്ടി വിളിച്ചേക്കാം. ബാക്കിയുള്ളത് നമുക്ക് തീരുമാനിക്കാം ഗൈസ്. ഇപ്പം ഇതൊക്കെ കിട്ടുന്നുള്ളൂ. അടുത്ത് നമ്മുടെ റോക്കറ്റാണ്. അപ്പോൾ റോക്കറ്റിന് റെഡ് മതി. നമ്മളിൽ കുറേ പോപ്പുകളുണ്ട്, കുഴപ്പമില്ല. അയൺ ഫാം ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ പെട്ടി റെഡി. നമുക്ക് റീനെയിം ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പോൾ നമുക്കറിയാമല്ലോ എന്നൊക്കെയാണ്. കളർ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. മറ്റേ ഗോൾഡൻ ക്യാറ്റിൻ്റെ നിറം, അത് ഗോൾഡൻ ക്യാറ്റ് മാത്രമേ ഞാൻ തിന്നാറുള്ളൂ എപ്പോഴും. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെസ്റ്റ് അല്ല ഈ ഒരു കളർ ബോക്സ്. ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ ഒരു കളർ വേണം, മറ്റേ തോട്ടത്തിനിടാനായിട്ട്. ഓറഞ്ചിൻ്റെ ഡൈ ഉണ്ടാക്കുന്ന സംഭവം ഉണ്ടോ എൻ്റെ? അല്ല, ഈ ഓറഞ്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എനിക്കറിയത്തില്ല. ഓറഞ്ചിൻ്റെ നമുക്ക് അടുത്തുമല്ല മറ്റേ വില്ലേജിലോട്ട് പോയി നോക്കാം, അവിടെ വല്ലതും ഉണ്ടോന്ന്. ഇപ്പം നമുക്ക് പറഞ്ഞു പോകല്ലോ. ആ ഓക്കെ. ഓറഞ്ച് പൂ എന്ത് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? ഓറഞ്ച് ഡൈ. ഇതെന്താ? ടോർച്ച് ഫ്ലവർ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്? ഇത് മറ്റേ സംഭവമല്ലേ, മറ്റേ ഈ സ്നിഫർ തരുന്ന സംഭവം. അതിലേക്ക് ഞാൻ എങ്ങോട്ട് പോകും? അല്ലേ വേണം. തൽക്കാലം നമുക്ക് വേറെ വല്ല കളറും കൊടുക്കാം. ഓക്കെ. നമുക്ക് വേണമെങ്കിൽ ഒരു ബ്ലൂ കളർ വല്ലതും കൊടുക്കാം ഈ തോട്ടത്തിന്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു തോട്ടത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ബ്ലൂ കളർ. ഓക്കെ. പിന്നെ നമുക്ക് വാല്യുബിൾ ആൻഡ് മറ്റേ ബാക്കിയുള്ള സംഭവങ്ങൾക്ക് ഈ ഒരു ഇത് വൈറ്റ് അല്ലായിരുന്നു, ഇത് ഗ്രേ ആണെന്ന് തോന്നുന്നു. അതിലുമായിട്ട് ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? മറ്റേ ഈ ഒരു റിസോഴ്സിൻ്റെ ഇതും മറ്റേ ഈ ട്രാവൽ ചെയ്ത് കിട്ടുന്ന ഐറ്റംസും നമ്മൾ എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ പോകുന്ന റിസോഴ്സിനും നമുക്ക് ഒറ്റ കളർ കൊടുത്താൽ മതി. മറ്റേ ബ്ലാക്കിടെ ആ കോള് വരെ കോളല്ലേ, ലില്ലി ഓഫ് ദ വാലി വെച്ചിട്ട് എന്താ കളർ ഉണ്ടാക്കാൻ പറ്റില്ല? വൈറ്റ് അല്ലേ? അപ്പം ഇത് ഏതാ കളറാന്ന് എനിക്കറിയത്തില്ല. അത് വൈറ്റ് അല്ലെന്ന് തോന്നുന്നു. അല്ല, ബോൺമേൽ വെച്ചിട്ട് നമുക്ക് വൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇരിക്കുന്ന ബോണ്. ഓക്കെ. അപ്പം നമുക്ക് അതിന് ഒരു വൈറ്റ് കൊടുത്താൽ മതി. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് 7 ഷൾക്കർ ബോക്സ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ. ബാക്കി 3 മിച്ചം. നമുക്ക് ഈ ഷൾക്കർ ബോക്സിനകത്ത് ഷൾക്കർ ബോക്സ് ഒക്കെ പറ്റത്തില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. നമ്മൾ നോക്കി നോക്കാം. പറ്റത്തില്ല ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റോക്കറ്റ് ആണ് ഗൈസ്. ഞാൻ എന്തായാലും എൻ്റെ കയ്യിലുള്ള എല്ലാ ഷുഗർ കെയിനും കൺപോർട്ടൊക്കെ എടുത്തുകൊണ്ടിരാം. ഓക്കെ. ഒരു സ്റ്റാക്ക് അല്ല, 2 സ്റ്റാക്ക് 16 ഉണ്ട്. ഇത് നമ്മുടെ കുറച്ച് കൺപോർട്ടർ ഉണ്ട്. ഒന്നര സ്റ്റാക്ക് മതിയായിരിക്കും ഗൈസ്. നമുക്ക് എന്നാലും ഈ ഒരു ഷൾക്കർ നിറച്ചൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല ഗൈസ്. ഈ ഒരു റോക്കറ്റ് അതിനുള്ള റിസോഴ്സൊന്നും നമ്മളിപ്പോൾ ഇല്ല. എന്നാലും ഒരു സ്റ്റാക്ക് മാത്രം ഞാൻ കൈ വെച്ചിട്ടുണ്ട് റോക്കറ്റ്. ഓക്കെ. ഇനി നമുക്ക് മറ്റേ ആഡ് ചെയ്യാം. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലൂ കളർ തോട്ടം. ഓക്കെ. ലാൻഡി. ഓക്കെ. എവിടെ ഇരിക്കുന്നു? അതാണ്ടിരിക്കുന്നത് 10-12 ഉണ്ട്. ഓക്കെ. ഇത്രയും തോട്ടം ഉണ്ട് ഗൈസ്. പിന്നെ നമുക്ക് വേണ്ടത് ഫുഡാണ്. ഓക്കെ. അത് നമുക്ക് എടുത്തിട്ട് വരാം. എത്രയിലാണ് ഫുഡ് ഇരിക്കുന്നത്? അപ്പോൾ നമുക്കത് മൊത്തം പൊട്ടിച്ചെടുത്താൽ ഗൈസ്. ഓക്കെ. കുറേ എമറാൾഡും ഉണ്ട്, അതും എടുത്തിട്ടുണ്ട്. ഓക്കെ. എല്ലാം വെച്ചിട്ടുണ്ട് ഗൈസ് ഫുഡ്. പിന്നെ നമുക്ക് വേണ്ടത് മറ്റേ ഇത് പിന്നെ അറിയാമല്ലോ. ഇതല്ലേ നമുക്ക് വാല്യുബിൾ ആയിട്ട് വേണ്ടത്. ഓക്കെ. ഇതിനകത്ത് നമുക്കിനി നമ്മുടെ വാല്യുബിൾ ഐറ്റംസ് ആണ്. ഇത് നമുക്ക് ബ്ലോക്ക് ആയിട്ട് വെക്കാം ഗൈസ് ഈ എമറാൾഡ്. പിന്നെ ബാക്കി ഡയമണ്ട്, ഇത് ഫോർച്യൂൺ പിക്കാക്സ് ഞാൻ എത്ര ആക്കില്ല, മറന്നുപോയി. പിന്നെ ലീഡ്
നമുക്ക് വേറെ ഈ ഡയമണ്ട്, ഒരു ഓൾസ് ആർമർ, പിന്നെ വാട്ടർ, അതുകൂടെ നമുക്ക് ഇതിനകത്ത് വെച്ചേക്കാം ഗൈസ്. പിന്നെ കുറച്ച് ക്യാമറകളിൽ അല്ലാതെ ഉണ്ട്. പിന്നെ 10 ഡയമണ്ട് ഉണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ. ഓക്കെ, ഇതെല്ലാം പൊട്ടിച്ചിട്ട് നമുക്ക് നേരെ ഈ ഒരു ബോക്സിനകത്തേക്ക് വെച്ചേക്കാം. ഓക്കെ, ഇപ്പം എന്താ ക്ലീൻ ആയിട്ടിരിക്കുന്നു നമുക്ക്. ഇനി ഇത് പൊട്ടിച്ചിട്ട് നമ്മുടെ കയ്യിലും വെച്ചേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തരല്ലേ, അടുത്ത വീഡിയോ കാണാം.